swing forward, 5, 6, 7, 8 again. Swing the heel. 2, 3, 4, 5, 6, 7, 8. Now swing it back. 2, 3. Get those heels up. 5, 6, 7, 8 again. Let me hear you. Woo! 5, 6, 7, 8. Now jog in place and clap. Kick those heels back. 6, 7, 8 again. രാവിലെ തുടങ്ങിയോ? 2, 3. Keep breathing. 5, 6, 7, 8. Now swing your legs to the side. Straight legs, side to side. Swing them out. 6, 7. എന്റെ സ്ത്രീക്കുട്ടി ഇതൊന്നും നിർത്തിക്കൂടെ? നീ ചായ എടുത്തോ? ഫ്ലാസ്കിലുണ്ട് എടുത്തു. ഓഹോ, ബെഡ് കോഫി ഇടാത്ത ഭാര്യ എന്നെ പറഞ്ഞാ മതി. ഒരു ടൺ പഞ്ചാരയും കൂടി ഇടാൻ എന്ത് നല്ല മധുര. ഇതും ചെയ്ത് അയ്യോ ചേട്ടൻ മോളാണെന്ന് ഒന്ന് ചെല്ല്, അല്ലെങ്കിൽ അവൾ ബെഡൊക്കെ വൃത്തിയാടാക്കും. അയ്യോ, മോള് കരയുമ്പോഴെങ്കിലും എനിക്ക് ഈ പണ്ടാറ് നിർത്തിക്കൂടെ എന്റെ സ്ത്രീക്കുട്ടി? എന്നും ഞാനല്ലേ മോളെ മൂത്രം ഒഴിപ്പിക്കുന്നേ, ഇന്ന് രാജേട്ടനൊന്ന് ഒഴിപ്പിച്ചേ. കൂടുതലായിട്ട് കറക്കാതെ കൈ ഊരിപ്പോവും. മോള് കരയല്ലേ, മോള് കരയല്ലേ, മോള് കരയല്ലേ. മോക്ക് സൂസ് ഒഴിക്കണോ? കേട്ടോ. അയ്യോ, എന്റെ പൊന്ന് സ്ത്രീക്കുട്ടി നീ കൊണ്ട് വാ. മണ്ട മോള് കരയല്ലേ, അച്ഛൻ കൊണ്ട് സൂസ് ഒഴിപ്പിക്കാം. എന്റെ മോളല്ലേ കരയല്ലേ. അച്ഛൻ ഇപ്പൊ രംഗത്താ. മോളെ നോക്കാൻ പറഞ്ഞിട്ട് നോക്കാം നോക്കാം. ഇത് മാത്രമേ ഉള്ളൂ. മോളിവിടെ അച്ഛൻ്റെ അടുത്തിരുന്നു കേട്ടോ. ചേട്ടാ മോളെ നോക്കണേ, ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. അല്ല പിന്നെ പാത്തു പതുങ്ങി പമ്മി നടക്കും കുഞ്ഞിക്കുഴിമടിയൻ, ആമച്ചേട്ടൻ ഓട്ടക്കാരൻ മുയലും കൂട്ടുകാർ. ഒരു നാളവർ രണ്ടുപേരും പന്തയം വച്ചു, ഓട്ടപ്പന്തയം വച്ചു. അച്ഛനിപ്പ വന്നേക്കാം. അങ്ങേലെ ഊപ്പിന്ന് ചത്തോടി നമുക്ക് ഇന്നൊന്നു പോകേണ്ടേ. കവിതയും പാടിയിരുന്നു. ഇന്ന് ബാങ്കിൽ നേരത്തെ പോണെന്ന് പറഞ്ഞതല്ലേ. നീ ഹീറ്റ് ഓൺ ചെയ്തോ? എല്ലാം ഓൺ ചെയ്തിട്ടുണ്ട്. സാർ ഒന്ന് പോയി കുളിച്ചോ. കാപ്പി ഇഡ്ഡലി ദോശ മതിയായിരുന്നു. അയ്യോ ദോശ നാളെ ഉണ്ടാക്കാം. പോയി കുളിക്ക്. നിന്റെ ടൈം. മോളെ, ആഹാ നീ ഇവിടെ ഇരിക്കണോ? സ്കൂളിൽ പോണ്ട മോളെ. വാ വേഗം വാ മോളെ. അവിടെ ഇട്. വാ ശ്രീകുട്ടിയെ. എന്താ രായിട്ടാ? പാൽ അടുപ്പത്ത് വെച്ചിരിക്കുന്നു. ആ കാർത്തികനെ എന്താ കാണാത്തത്? സുഖമില്ലാതെ പോയതല്ലേ, ചിലപ്പോ ഇന്ന് വന്നേക്കും. അയ്യോ, അവർക്കൊരു അസുഖമില്ല. ആ ചെറുക്കന്റെ പലവട്ടം കണ്ടപ്പോഴേ വെച്ച് അവർ പോകുന്നു. അവരിങ്ങ് വരട്ടെ. എന്റെ പൊന്ന് ശ്രീകുട്ടി, നിന്നോട് എത്ര നാളുണ്ട് ഞാൻ പറയുന്നു വല്ല കൊച്ചു പെമ്പിള്ളാരും പിടി ജോലിക്ക് എടുത്താൻ. കൊച്ചു പെമ്പിള്ളേരെന്ന് വെച്ചാ ഒരു 10-22. ഒരു 16 വയസ്സായാലോ? അയ്യോ പാല് തെളിച്ചു. എന്റെ സോപ്പ്. ശ്രീ അതെ, എക്സസൈസ് ഇല്ലെങ്കിൽ ഭയങ്കര ആഭ്യന്തര കുഴപ്പം. അവളോ? ആന്റിക്ക് മോളെ എന്തൊരു ഇഷ്ടമാണെന്നറിയാമോ അല്ലേ? ഓ ഞാൻ സാരി ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. കൃഷ്ണൻ തിരിച്ചു വരുമ്പോ ഒന്ന് വാങ്ങിച്ചോണ്ട് വരണേ. അയ്യോ, പട്ടുസാരി ഡ്രൈ ക്ലീൻ ചെയ്യരുത്, പെട്ടെന്ന് ഡാമേജ് ആകും. ഈ സിന്തറ്റിക്സും കെമിക്കൽസും കൂടി ഡൈലൂട്ട് ചെയ്യുമ്പോൾ രാവിലെ തുടങ്ങിയ ഈ പട്ടുസാരി ഡ്രൈ
മോള് വേഗം കുളിച്ച് റെഡി ആയിക്കോ. അച്ഛൻ ഓഫീസിൽ നിന്ന് ഉടനെ വന്നേക്കാം. തരസേ വാ മോളെ, നമുക്ക് വേഗം ഡ്രസ് ചെയ്ത് ചേച്ചിയോ വാ. രാജ്മോഹൻ പോകുന്നത് കണ്ടു. ഇങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാ ഹസിന്റെ കോൾ ഫ്രം സൗദി. സംസാരിക്കാൻ തുടങ്ങിയ പിന്നെ നിർത്തുവോ? യെസ്റ്റർഡേ അല്ലേ? 20 മിനിറ്റ്സിന് എത്ര ഉറുപ്പിയെന്നറിയാവോ? എന്താ വിശേഷം? ഏയ് ഒന്നുമില്ല. ഒരു ദിവസം 4-5 പ്രാവശ്യമെങ്കിലും പുള്ളിക്കാരൻ എന്നോട് സംസാരിക്കണം. പണ്ടേ മുതലുള്ള ഹാബിറ്റാ. അവിടെ പ്രോബ്ലംസ് ഒന്നുമില്ലല്ലോ? ഏയ് അവിടെ ഇപ്പൊ നല്ല സുഖാത്രേ. അറബികളെക്കാൾ കൂടുതൽ അമേരിക്കൻ ഫുഡ്സ് ആണെന്ന്. ഒരു 2 വർഷം ഇങ്ങനെ തുടർന്നാൽ അടുത്ത ജനറേഷൻ സൗദി അറേബ്യക്ക് പകരം സൗദി അമേരിക്ക എന്നാവും പറയാ. ആഹാ, മോളിന്ന് സ്കൂളിൽ പോയില്ലേ? ഞാൻ ഇവിടെ ഒരുക്കായിരുന്നു. മോള് പോയിക്കോ, മമ്മി ഇപ്പൊ വരാം. ഞാൻ ചായ എടുക്കാം. വേണ്ട ശ്രീദേവി. ഞാൻ പറയാൻ വന്ന കാര്യം മറന്നു. താഴത്തെ ഫ്ലാറ്റിൽ നാളെ പുതിയ താമസക്കാർ വരുന്നുണ്ട്. വൺ മിസ്റ്റർ റോയ് ഫ്രം കോട്ടയം. ഇന്ത്യൻ എയർലൈൻസിൽ എഞ്ചിനീയറാ. ബാച്ചിലർ ആണോ? അല്ല, മാരീഡ് ആണ്. അയ്യോ, ഹസിന്റെ കോൾ വരാൻ സമയമായി. ഞാൻ വരട്ടെ. ആഹാ, അപ്പോ ശ്രീകുട്ടിക്ക് ഒരു കമ്പനി ആയല്ലോ. കോട്ടയംകാരൻ അച്ചായനോ കൊയിലാണ്ടിക്കാരൻ അസനാരോ ആരായാലും നമുക്കെന്താ. ഊവേ, വണ്ടി അയച്ചിട്ടുണ്ടേ. ശരി മിസ്റ്റർ മോഹൻ സാർ, ആ ഗുപ്ത ആൻഡ് കമ്പനിയുടെ ഓഡിയോ ലിമിറ്റ് എത്രയാണെന്ന് ആ രാധാകൃഷ്ണനോട് നോക്കി പറയാൻ പറ. ശരി സാർ. നിങ്ങൾ ചത്തില്ലേ? ഞാൻ ചത്തിട്ട് നിനക്ക് എന്റെ 16 യന്ത്രം കൂടാനാണോ? നിന്റെ ഒക്കെ വലിയ ഒപ്പരം നിന്നിട്ടേ ഞാൻ ചാവും. അല്ല, സുഖമില്ലാതെ പോയെന്ന് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ഈ പോക്ക് ഡാമേജ് ആകുമെന്ന്. ഇതൊന്നും എടുത്ത് മുകളിലോട്ട് കൊണ്ട് തനിച്ച് കൊണ്ടുപോയാ മതി. എന്നെ കൊണ്ട് വയ്യാഞ്ഞിട്ടാടാ. 2 ദിവസമായി ആഹാരം കഴിച്ചിട്ട്. ഒന്നെടുത്തോണ്ട് പിടിച്ചോ. എടാ കൃഷ്ണ, ആ ടീച്ചറിനെ വാസുദേവൻ ചതിച്ചിട്ട് ആ പെണ്ണ് ആത്മഹത്യ ചെയ്തോളാം. ഏത് ടീച്ചർ? ഇതേ നാട്ടിൽ ഏതൊക്കെ പെണ്ണുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു നോക്കി നടക്കലല്ല എന്റെ പണി. അതല്ലടാ, ബുധനാഴ്ചത്തെ TV സീരിയൽ. എത്തിയോ? അസുഖമൊക്കെ മാറിയോ? നടു ഒന്ന് പൊങ്ങിയപ്പോ ഞാനിങ്ങ പോന്നു. അവിടെ കിടന്നിട്ട് എനിക്ക് കിടക്കപ്പുറതിയുണ്ടോ? എന്താ പച്ചക്കറിയൊക്കെ ആയിട്ട്? സാറിന് പച്ചക്കറി വലിയ ഇഷ്ടമാണല്ലോ. ഞാൻ പോയിട്ട് വേഗം വന്നേക്കാം. നടക്കേ. വീട്ടിൽ നിന്ന് അച്ഛന്റെ കത്തുണ്ടായിരുന്നു. ശ്രീലക്ഷ്മിക്ക് ഇവിടെ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ നോക്കണമെന്ന്. അവിടെ കിട്ടാൻ സാധ്യതയില്ലാത്രേ. നമുക്ക് ഏതെങ്കിലും കോളേജ് നോക്കാം. നോക്കിയാ പോരാ, എങ്ങനെയെങ്കിലും വാങ്ങണം. അച്ഛനും ശ്രീലക്ഷ്മിയും കൂടെ 2 ദിവസത്തിനകം ഇങ്ങോട്ട് വരും. MG കോളേജിൽ അക്കൗണ്ട് രാജേട്ടന്റെ ബാങ്കിലല്ലേ? പ്രിൻസിപ്പാളിനോടൊന്ന് പറഞ്ഞാൽ നടക്കില്ലേ? ഇവിടെ അഡ്മിഷൻ കിട്ടിയാൽ തന്നെ അവർക്ക് 1 വർഷം തേച്ച് ഇവിടെ നിന്ന് പഠിക്കാൻ പറ്റുമോ? എനിക്ക് അതിന് മുമ്പ് ട്രാൻസ്ഫർ ഉണ്ടാവും. കൂടിയാൽ 6 മാസം. അയ്യോ, അപ്പൊ 6 മാസം കഴിഞ്ഞ് ഇവിടുന്ന് പോണോ? പിന്നെ വന്നിട്ട് 2 കൊല്ലമായില്ലേ. രാജേട്ടന് ചെയർമാൻ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയ ആരുമില്ലേ? എന്നാ പിന്നെ ഇവിടെ തന്നെ കഴിയായിരുന്നു. കുറച്ച് സ്ഥലമൊക്കെ വാങ്ങി ഒരു വീടും വെച്ച് ഇവിടെ കൂടാന്ന് ഞാൻ വിചാരിച്ചേ. എനിക്കിവിടെ വളരെ ഇഷ്ടപ്പെട്ടു. നമുക്കൊന്നും അങ്ങനെ ഇഷ്ടപ്പെടാൻ പറ്റില്ലല്ലോ. ഉദ്യോഗസ്ഥരായി പോയില്ലേ. ഏതായാലും ശ്രീലക്ഷ്മിക്ക് ഇവിടെ അഡ്മിഷൻ വാങ്ങിക്കൊടുക്കണം. ട്രാൻസ്ഫർ ആവുമ്പോ അവളെ ഏതെങ്കിലും ഹോസ്റ്റലിലാക്കാലോ.